കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് SFI സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്നു. SFI പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. പ്രതിഷേധിക്കുന്ന ആളുകളെ ഇരുന്ന് പ്രതിഷേധിച്ച SFI പ്രവർത്തകർ അവിടെ കിടന്നിരിക്കുകയാണ്. കിടന്ന ആളുകളെ തൂക്കിയെടുത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുകയാണ്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു എന്നുള്ളതാണ് നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇപ്പോൾ PMRFI ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അവിടെ നിന്ന് പിടിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പ്രവർത്തകർ പക്ഷേ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ SFI പ്രതിഷേധം തുടരുകയാണ്. അരുൺ അമൃതനാഥ് ഉണ്ട്. അരുൺ, സംഘർഷത്തിലേക്ക് ഇനിയിപ്പോൾ പോലീസ് പിടിച്ചു നീക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. SFI നേതാക്കൾ മറ്റ് പ്രകോപനത്തിലൊന്നും പോകാതെ, പക്ഷേ അതിന് വഴങ്ങുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ SFIയും പോലീസും തമ്മിലൊരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? പ്രകോപനമൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പക്ഷേ ഈ പോലീസ് ബസ് 4 or 5 പോലീസ് ബസ്സുകൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബസ് ആകെ നിറഞ്ഞിരുന്നു. ഈ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ട് ആ ഒരു ബസ് ആകെ നിറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കാണ് ആ ബസ് കാലിയായിരിക്കുന്ന അവസ്ഥ. ഈ വിൻഡോ സൈഡ് വഴി പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓരോരോ അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ ഉൾപ്പെടെ ഈ വിൻഡോ സൈഡിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പോലീസ് ആകെ പ്രയാസപ്പെടുന്ന കാഴ്ച. ഇവിടെ വിന്യസിച്ചിരിക്കുന്ന പോലീസ് സംവിധാനം മലപ്പുറം SVS ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹവും തന്നെയാണ്. SP ഉൾപ്പെടെ നേരിട്ട ഈ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പങ്കാളിയാകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. SPയുടെ ഉൾപ്പെടെ 3 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹമാണ്. പക്ഷേ പ്രവർത്തകർ ഒരു തരത്തിലും വിട്ടുനൽകാത്ത അവരുടെ നിലപാട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മണിക്കൂറിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ച SFI ഇറങ്ങുന്നു. ഗവർണർ ഒരു പോരിന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ SFI ഗവർണർ പോര് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിന്റെ ഒരു പ്രകടനം തന്നെയാണ് SFI ഇവിടെ നടത്തുന്നത്. അത്തരത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെ പോലീസിന് ആകെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒരു ഭാഗത്തുള്ള ഈ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിന് ഒരു ഭാഗത്തുള്ള പ്രവർത്തകരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പക്ഷേ അവിടെ വീണ്ടും പ്രവർത്തകർ നിറയുന്നു. അതേ പ്രവർത്തകർ തന്നെ 100ഓളം പ്രവർത്തകർ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. കാരണം അറസ്റ്റ് ചെയ്ത് നീക്കിയവരൊന്നും കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചില്ല. ആ ബസ്സിൽ നിന്നും പലരും പുറത്തേക്ക് ചാടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ പോലീസ് വലിയ രീതിയിൽ പാടുപെടുന്നുണ്ട്. വനിതാ പോലീസിന്റെ ഉൾപ്പെടെ വലിയ സംഘം ഇവിടെയുണ്ട്. പോലീസ് വിന്യാസം ഇവിടെയുണ്ട്. 500ഓളം പോലീസുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുണ്ട്. പ്രവർത്തകരെ വലിച്ചഴിച്ച് പോലീസ് കൊണ്ടുപോകാൻ പാടുപെടുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഒരു തരത്തിലും ഓരോരോ പ്രവർത്തകരെ ഒരു 5 പേരടങ്ങുന്ന സംഘം പോലീസുകാർ ചേർന്ന് നീക്കേണ്ട ഒരു ഗതിയാണ് ഇവിടെയുള്ളത്. ബാക്കി എല്ലാ പ്രവർത്തകരും അവിടെ തന്നെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ ഈ നിരത്തിൽ കിടന്നുകൊണ്ട് ക്യാമ്പസിനകത്തെ ഈ നിരത്തിൽ കിടന്നുകൊണ്ട് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് സമാധാനപരമായിട്ട് ജനാധിപത്യമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയായിരുന്നല്ലോ ഉണ്ടായത്. ഈ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ ഗവർണർ എത്തുന്നത് 6:45-നാണ്. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ ഗവർണർ സർക്കാരിന് നേരെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ പോലീസ് പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിഗതിയുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച നേരിടുന്നു എന്നത് രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു വിഷയം കൂടിയായിരുന്നു. അത്തരത്തിൽ ഗവർണർ SFI പോര് അന്ന് തിരുവനന്തപുരത്ത് റോട്ടിൽ നടന്ന അത്തരത്തിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരു പശ്ചാത്തലം നമ്മുടെ കൂടിയുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി SFI മുന്നോട്ട് വന്നപ്പോൾ വലിയ രീതിയിൽ ഒരു വിന്യാസം ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി ഗവർണർ വരാനുള്ള ഒരു സമയത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അതുവരെ SFI നിലയുറപ്പിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മാറുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പോലീസ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഗവർണർ ഇപ്പോൾ എത്തുമ്പോഴും ഇത്തരത്തിലൊരു വിന്യാസമാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം, കാര്യങ്ങളുടെ സ്ഥിതി അറിയാം.